Alo tu. Ma, ini kau beli apa? Baik saja. Oh ma. Ini pedi. Tu, আর খাইবার তো মেরে। എന്റെ കയ്യിൽ ഫോണിനോടൊപ്പം ചുരുട്ടി സൂക്ഷിച്ചിരുന്ന പണവും ഫോണും വേണ്ട 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 എന്നെ തല്ലും. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ്. ഞാനിവിടെ വന്ന് നിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒക്കെ എടുത്തുകൊണ്ട് പോവാണ് 3-4 ഹിന്ദിക്കാർ പെണ്ണുങ്ങൾ വന്നിട്ട് തന്നെ ബലമായിട്ട് പിടിച്ച്. സ്കൂൾ മതിലിനോട് ചേർന്നുള്ള ഭയാനകമായ ചില കാഴ്ചകൾ ഇതാ. സ്കൂൾ മതിലിന് തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങുകളുടെ മറവുകളുണ്ട്, അവിടെ റൂമുകളുണ്ട്. അവിടെ പോയാൽ എല്ലാം സേഫ് ആണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീട് തുക ഉറപ്പിക്കുന്നതിന്റെ തത്രപ്പാടിലേക്കായി. 1300 എവിടെ സ്ഥലമുള്ള? അവിടെ പോലീസ് പ്രശ്നമുണ്ടോ? റൂം സ്കൂളിന്റെ തൊട്ടപ്പുറം. ഭയങ്കര പേടി. പോലീസ് വളരെ പേടി. ഇവിടെയാ? അവിടെ റൂമുണ്ടോ? ആ ബിൽഡിങ്ങില്. ഇത് ആ സ്കൂളിനപ്പുറമാണ് സ്ഥലം. പോലീസ് നിങ്ങളെ ഒന്നും ചെയ്യില്ല, ധൈര്യമായി പോന്നോളൂ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പോലീസുകാരെ ഇളിഭ്യരാക്കിക്കൊണ്ട് ഇവർ പറയുന്നത്. കുറച്ച് പേടി. പോലീസ് എനിക്ക് പേടി. പോലീസ് വന്ന പ്രശ്നമാവൂലേ? സ്കൂളിന്റെ എവിടെയാ? സ്കൂളിന്റെ എവിടെ സേഫാ? പെട്ടെന്ന് അവർക്കിടയിൽ വഴക്ക് ഉടലെടുത്തു. എന്റെ കയ്യിൽ പണമുണ്ടെന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലായി. അതെങ്ങനെങ്കിലും പിടിച്ചു വാങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലേക്കായി അവർ. അതിനായി അവർ പരസ്പരം പോരിട്ട് തുടങ്ങി. നിങ്ങളൊക്കെ ഇങ്ങനെ വഴക്കിടുന്ന നിങ്ങളെ എനിക്ക് പേടിയാണ്. എന്നാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്ന ഈ ചേച്ചിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള സൂചന ഞാൻ നൽകിയതോടുകൂടി ആദ്യത്തെ ചേച്ചി റോഡ് സൈഡിൽ കിടന്ന് ഇഷ്ടികയെടുത്ത് എന്റെ തലയ്ക്കടിക്കുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷെ ക്യാമറയിൽ എനിക്ക് ആ വിഷ്വലുകൾ ലഭിച്ചില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പാന്റിന്റെ ബെൽറ്റ് കൂട്ടി കുത്തിപ്പിടിച്ചു അവർ. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് അടി കിട്ടുമെന്ന് ഉറപ്പായി. ഞാൻ അവിടെ നിന്നും മെല്ലെ നീങ്ങുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഇവരെന്നെ വളഞ്ഞ് എന്റെ ചുറ്റിനും കൂടി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോടൊന്നും ചെയ്തില്ലല്ലോ, എന്നെ വിട്ടേക്കൂ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. പിന്നീട് രംഗമൊന്ന് തണുത്തപ്പോൾ തൊട്ടടുത്ത് നിന്ന മറ്റു 2 ചേച്ചിമാർ വന്ന് പറഞ്ഞു, അവരെ നമുക്ക് വെറുതെ കൂടെ കൂട്ടാം, ഞങ്ങൾ 2 പേരും അവരും, അങ്ങനെ 3 പേർ ചേർന്ന് നമുക്ക് അടിപൊളിയാക്കാം എന്ന്. അവര് വേണ്ട ഇവര് വേണ്ട. നിങ്ങൾ കയറും. അവര് കയറും. അവരെ എനിക്ക് ഇഷ്ടമല്ല. എന്നെ തല്ലും. ഞാൻ നിങ്ങൾ കൂടെ വരാം. ഇവരെല്ലാം അവര് ഭയങ്കര പ്രോബ്ലം. എനിക്ക് നിങ്ങൾ വേണ്ട, എനിക്ക് അവർ മതി. നിങ്ങൾ വേണ്ട, എനിക്ക് അവർ മതി. നിന്നെ ഞാനിവിടെ ഇട്ട് പട്ടിയെ പോലെ തല്ലും എന്നുള്ള ആ ഒരു രീതിയിലേക്കായി പിന്നെ അവരുടെ പോക്ക്. അവർ വേണ്ട, പ്രോബ്ലം. ഓട്ടോ നിങ്ങൾ രണ്ടുപേരും. ഇത് സ്കൂളല്ലേ, നമുക്കപ്പുറം പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരിൽ ഒരുവൾ പറയുകയാണ്, ഇവൾക്കൊരു 200 രൂപ കൊടുക്ക്, ഇവളെ നമുക്ക് ഒഴിവാക്കാം, എന്നിട്ട് നമുക്ക് പോയി ആഘോഷിക്കാമെന്ന്. 2000 2 പേർക്ക്.
സ്കൂളല്ലേ, ഇവിടെ നിന്ന് ഒച്ച വെക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് അവർ വകവെക്കുന്നതേ ഇല്ല. ധാരാവിക്കും GB റോഡിനും എന്തോന്ന് സ്കൂള്. আমাকে ভরসা করিস নি যে আমি যেটা মুখে বলি সেটা কাজে করি? আমি দিতাম না, আমার কাম কাম নাই, আমার মন্ত্র বলবো না, আমি আমাকে আলাপ করে 200 രൂപ കൊടുത്ത നയത്തിൽ അവളെ ഒഴിവാക്കുകയാണെന്ന് മനസ്സിലായതോടുകൂടി അവളുടെ ഭാവം മാറി. എനിക്കിവനെ കടിച്ചു കീറി ചവച്ചു തുപ്പണം, നീ ഒന്നും ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും നടത്തുവാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ലൈനിലേക്കായി പിന്നെ കാര്യങ്ങൾ. അവരെ പേടിയാ, അവർ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പക്ഷെ അവരെ പേടിയാ. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് അവരെ പേടി, എനിക്ക് അവരെ ഭയങ്കര പേടി. അവരൊക്കെ നിങ്ങളൊക്കെ, ഇവര് ഭയങ്കര പേടി. ഇവരെന്നെ അടിക്കാൻ വന്നില്ലേ, എന്നെ ഇവർ അടിക്കാൻ വന്നില്ലേ? റെഡി പൈസ നോക്കോ, 2000 റെഡി. പൈസ ഓക്കെ, ബട്ട് ഇവര് പറ്റില്ല, ഇവരെന്ത് പേടി, അവരെ എനിക്ക് ഭയങ്കര പേടി. അവരെല്ലാരും കൂടി ഒരു തീരുമാനത്തിലെത്തി. 3 പേരും കൂടെ എന്നെ ശരിയാക്കി തരാം. ഇനി അങ്ങോട്ട് നടന്നതാണ് കാണേണ്ടത്. ഫോൺ പേ ഇല്ലെങ്കിൽ എന്താ, സ്കൂളിന് നേരെ എതിർവശം ATM സെന്റർ ഉണ്ടല്ലോ. കൈ അവർ അങ്ങോട്ട് ചൂണ്ടി എന്നെ കാണിച്ചു തന്നു. പണമെടുത്ത് സ്കൂളിന്റെ ഗേറ്റിന് മുമ്പിൽ നിന്നുള്ളൂ, ഞങ്ങളിതാ എത്തി. എന്റെ കയ്യിലെ പണം കണ്ടപ്പോൾ അവരുടെ കണ്ണിൽ പൊന്നിന് തിളക്കം. നല്ല പെണ്ണില്ല 15 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സോ ഉള്ള കൊച്ചു ആൺകുട്ടികളെ പോലും ഇവർ വിടാറില്ല. ഇവരുടെ കയ്യിൽ കുട്ടികൾ കുരുങ്ങിപ്പോയാൽ, ബലമായി ഹോട്ടലിനുള്ളിൽ കയറി കിട്ടിയാൽ അവന്റെ കയ്യിലെ വാച്ച് അഴിച്ചു മേടിക്കുക, അവന്റെ പോക്കറ്റിലുള്ള പണം മുഴുവൻ അപഹരിച്ചെടുക്കുക, കഴുത്തിലോ കൈവിരലിലോ സ്വർണത്തിന്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചു വാങ്ങും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ കുട്ടികളുടെ പേരൻസ് പിന്നീട് ഈ വിഷയം അറിഞ്ഞാലും മാനാഭിമാനം ഭയന്ന് പേരൻസും അത് മറച്ചുവെക്കും. മൊത്തം 5000, 3000, 2000 ഒക്കെ പറഞ്ഞ ഈ സ്ത്രീകൾ അവസാനം തുക ഉറപ്പിച്ച് കൈ കൊടുക്കുന്നത് ഗേൾസ് സ്കൂളിന്റെ ഗേറ്റിന് മുൻപിൽ വെച്ചാണ്. സ്കൂളിന്റെ തൊട്ടടുത്തായുള്ള ഹോട്ടൽ മുറികളും റൂമുകളും ഇവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അവിടെ സത്യത്തിൽ നടക്കുന്നത് എന്താണെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇഷ്ടികയെടുത്ത് എന്റെ തലക്കടിക്കാൻ ശ്രമിക്കുന്നതും ഉടുപ്പുകൂട്ടി കുത്തിപ്പിടിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഭയന്ന് എന്റെ ക്യാമറമാൻ തൊട്ടകലത്തായി സസൂക്ഷ്മം ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് അവരിലൊരു അപകട സൂചന ജനിപ്പിച്ചു. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എന്നെ അവിടുന്ന് കടത്തിക്കൊണ്ടു പോകുവാനുള്ള ശ്രമമായിരുന്നു പിന്നീട് നടന്നത്. എന്നെ വിടൂ, ഞാൻ പൊയ്ക്കോട്ടെ, മേലിൽ ഇങ്ങോട്ട് വരില്ല എന്നുള്ള എന്റെ നിലവിളി ഒന്നും അവർ കേട്ടതായി പോലും കണക്കാക്കുന്നില്ല. എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും തൊട്ടടുത്തു കൂടി നടന്നു പോകുന്ന മലയാളി ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട്. മറ്റാർക്കോ എന്തോ സംഭവിക്കുന്നു, അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന ഭാവത്തിൽ അവർ പുല്ലുപോലെ നടന്നു പോകുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എനിക്ക് പകരം 18 വയസ്സ് താഴെയുള്ള ഒരു കൊച്ചു പയ്യനാണ് ഇതെങ്കിലോ. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്റെ മേലുള്ള പിടിയുടെ ബലം അഴിഞ്ഞു. എനിക്കൊന്നും കാണാനും കേൾക്കാനും വയ്യ. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ ചുവന്ന ടീഷർട്ട് ഇട്ട് ലോഡ്ജ് ഉടമയെ തൊട്ടടുത്തായി നമുക്ക് കാണാം. അയ്യോ എനിക്ക് പേടിയാണ്, പേടിയേ, എനിക്ക് പേടിയേ. അയ്യോ പേടിയാണെങ്കിൽ മുകളിലേക്ക് പോകണ്ട, സീതാ റൂം ഉണ്ട്. സീതാ റൂം തുറന്നു തരാൻ പറയുകയാണ് ലോഡ്ജ് ഉടമയോട്. ലോഡ്ജ് ഉടമ അതാ ചാവി എടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിലെ തൊട്ടടുത്തുള്ള റൂം തുറന്നു തരാൻ വേണ്ടി ഒരുങ്ങുന്നു. അല്ല മലയാളം ചേട്ടൻ
പേടി. അയ്യോ ভয় পাচ্ছে বলছে മലയാളം ചേട്ടൻ. চাটা পো उधर देखा आम मारेगा सस्ते आदमी मारेगा नहीं नहीं चल 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 हम देखते इधर देखा तो सुनो आदमी मारेगा नल्ला आदमी मेरे बात सुनो दोनों को 500 रूम में मालिक नहीं है हाँ वो ऐसे क्यों कर रहा है तुम 500 कुछ नहीं होगा वो मलयाली रूम लेगा पैसा लेगा तो देगा नहीं अच्छा आदमी है दे 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 मुझे 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 चलो तो എന്റെ കയ്യിൽ ഫോണിനോടൊപ്പം ചുരുട്ടി സൂക്ഷിച്ചിരുന്ന പണവും ഫോണും രണ്ടും അവർ പിടിച്ചു വാങ്ങിക്കുവാൻ തുടങ്ങി. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് പണം മാത്രമേ അവരുടെ കയ്യിൽ കിട്ടിയുള്ളൂ. मेरा बात तो सुनो 500 मेरे को दो ये लोग देखते दो 500 दो 500 इधर आ ना बाल दो हो जाए 500 दो 250 average. ऐसे ऐसे मत करो गुस्सा 500 दो ബലമായിട്ട് തന്നെ സ്റ്റെപ്പ് കയറ്റി മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രണ്ടുപേരും ആഞ്ഞു പിടിച്ചു. പോയ പണം വേണ്ട, എനിക്ക് എന്റെ മാനം മതിയേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുകയാണെന്ന് കണ്ടപ്പോൾ എന്റെ ഉടുപ്പിന്റെ കോളർ കൂട്ടി കുത്തിപ്പിടിച്ചു. ഹിന്ദിക്കാരെല്ലാം കൂടി എന്നെ പിടിപ്പിക്കാൻ തുടങ്ങി. പെണ്ണുങ്ങളെ കവള് കാണിച്ചേ, കവള് കവള് മോച്ച ഇവിടെ ഇവിടെ ആ ഹിന്ദിക്കാരികളെല്ലാം കൂടെ. ചേച്ചി ഇവിടെ ഉണ്ടോ ലിപ്സ്റ്റിക്? ഇവിടെ പറ്റിയിട്ടുണ്ടോ? പറിച്ചു. ഇവിടെ മുറിഞ്ഞല്ലേ? നഖം കൊണ്ട് ഇതെല്ലാം മുറിഞ്ഞു. ഇവിടെ മുറിഞ്ഞല്ലേ? കല്ലിച്ചല്ലേ? ബ്ലഡ് കല്ലിച്ചു. ഇതെല്ലാം സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ എല്ലാം സ്ക്രാച്ച് ഉണ്ട്. ഭയങ്കര ശല്യമാണ് അവരെ കൊണ്ട്. ഒന്നാമത്തെ കാര്യം പിള്ളേരൊക്കെ പോകുമ്പോഴത്തേക്കും അവരവിടെ നിൽക്കണ കണ്ടിട്ട് ലൈക്ക് എന്താ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഒരുമാതിരിയുള്ള ഡ്രസ്സും ഒരുമാതിരിയുള്ള ഒരു ഔട്ട്ഫിറ്റും ഒക്കെ ഇട്ടിട്ട് അവർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എന്തിനാ അവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യത്തിൽ. ഞാൻ +1 ഹയർ സെക്കൻഡറി. അത് സത്യം കാണുമ്പോഴത്തേക്കും പിള്ളേർ ആരായാലും നമുക്ക് തിരിഞ്ഞു നോക്കും. അവരൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാലോ അവർ വല്ലാത്തോളം നമ്മളെ കടിക്കാൻ വരുന്ന പോലത്തെ ഒരു നോട്ടമാണ് അവർക്ക് അങ്ങോട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ സത്യം പറഞ്ഞ പോലീസ് ഇതിന് ആക്ഷൻ എടുക്കണം എന്ന് ഞാൻ പറയുള്ളൂ. ഞങ്ങൾക്ക് സ്കൂളിന്റെ ഫ്രണ്ടിൽ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. ഞങ്ങൾ പൈസയൊക്കെ ചോദിക്കും. അവരുടെ ഉദ്ദേശം നല്ലതല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ലിപ്സ്റ്റിക്കിന്റെ കളർ കണ്ടാൽ തന്നെ നമുക്കറിയാം അവരെന്തിനാ അവിടെ നിൽക്കണേന്ന്. ഇപ്പൊ എത്ര രാവിലെ വന്നാലും എനിക്കിവിടെ ബാസ്കറ്റ് ബോൾ ഉണ്ട്. അപ്പൊ 7 മണിക്കാകുമ്പോൾ 6:45 ആകുമ്പോൾ ഞാൻ ഇവിടെ വരും. 7 മണി മുതൽ അവരവിടെ ഉണ്ട്. ഇവിടെ പോകുന്നവരെ 4:30 സ്കൂളിൽ വിടും. അപ്പോൾ 5 മണിക്ക് പോകും. ഞാൻ ഇതിലെ കൂടി തന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത്. എത്ര രാത്രി വന്നാലും അവരവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു ഇറിറ്റേഷൻ ആണ്. കുറച്ചുകൂടി തിരിച്ചറിവുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുഞ്ഞു കുട്ടികളുടെ കാര്യം അവർക്ക് കാണുമ്പോഴും ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. പ്രത്യേകിച്ച് ഈ കാലത്തായതുകൊണ്ട് അവർക്ക് കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. ചിലപ്പോൾ പോലീസ് ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ സർ. തീർച്ചയായിട്ടും എന്തായാലും മോളെ നടപടി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അങ്കിൾ ഒന്ന് വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന വാർത്തകൾക്കൊക്കെ തീരുമാനം. ഒരുപാട് സന്തോഷം മോളെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മോളെ. താങ്ക് യു. ഭാരതീയ ന്യായ സംഹിതയിൽ വകുപ്പുണ്ടോ അല്ലെങ്കിൽ IPC സെക്ഷനിൽ വകുപ്പുണ്ടോ എന്നുള്ളതൊന്നും ഈ കുട്ടികൾക്ക് അറിയണ്ട. ഇവർക്ക് സ്വസ്ഥമായിട്ട് പഠിക്കണം. ഈ സ്കൂൾ ഒട്ടനവധി പെൺകുട്ടികളാണ് പഠിക്കുന്നത്. LKG മുതൽ അങ്ങ് +2 വരെ ഇവർക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റണം. യാതൊരു തടസ്സവുമില്ലാതെ. രാവിലെ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ കാണുന്ന കണി എന്താണ്? ഈ സ്ത്രീകൾ, ഹിന്ദിക്കാരായിട്ടുള്ള സ്ത്രീകൾ, ഒരു ലാംഗ്വേജ് മാത്രമല്ല, ഹിന്ദിക്കാർ മാത്രമല്ല, തമിഴും ഉണ്ട്, മലയാളികളും എല്ലാവരും ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടും. ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സുഗമമായിട്ട് ഇവരുടെ പഠനം നടക്കണം. ഈ പിരിവ് നടത്തി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ തൊട്ടടുത്ത് ലോഡ്ജുകൾ അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ മറവിൽ ഇവർക്ക് എന്തും ചെയ്യാം. ഇതിവിടെ ഇങ്ങനെ നിർബാധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സമാധാനം കണ്ടെത്തിയേ പറ്റുള്ളൂ. LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളാണ്. ഇവരെ പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ബാലാവകാശ കമ്മീഷനിലെ ഈ നാട്ടിൽ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണ്ടേ? അതല്ലേ വേണ്ടേ? അതാണോ വേണ്ടത്? നിങ്ങൾ പറ. അതാണോ വേണ്ടത്? അതാണോ വേണ്ട? ആണോ? നിങ്ങൾ പഠിക്കണ്ടേ? ശരിയല്ലേ ചോദിക്കുന്നത്? അങ്ങോട്ട് ചോദിക്കുന്നത് ശരിയല്ലേ? ഈ കാഴ്ചയല്ലേ കാണുന്നത്? ഈ ഗേറ്റിങ്ങിലൊക്കെ ഈ കച്ചവടവുമായിട്ട് കുറെ പെണ്ണുങ്ങൾ ഇരിക്കുന്നത്. ഇതിന് സമാധാനം വേണോ വേണ്ടയോ? അതൊഴി പോകാതിന്റെ പേടിയാവും. ഫുൾ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനത്തെ കുറെ ആൾക്കാരാ. കുറെ മലയാളികളുണ്ടാവും, ഹിന്ദിക്കാരുണ്ടാവും, തമിഴന്മാരുണ്ടാവും. കണ്ടാത്തിന്റെ പേടിയാ ഇങ്ങനെ പോണം. എനിക്ക് ഭയങ്കര പേടിയാ.
അങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ, നല്ല ഒന്നാന്തരം വടി വെട്ടിക്കൊണ്ട് തരട്ടെ നിങ്ങൾ എല്ലാവർക്കും. നല്ല നല്ല വടി, സൂപ്പർ വടി. രാവിലെ 8:30 കൊണ്ട് വീശി അടിക്കാവോ ഇവിടെ വരെ എല്ലാവരും അടിച്ചു കൊടുക്കും. അവിടെ പോയി അടിക്കും. അടി കൊടുക്കും. നിങ്ങൾ റെഡിയാണോ? കണ്ട ഇത് കേരള പോലീസിനോടാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് വകുപ്പുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും ഈ കുട്ടികൾക്ക് അറിയണ്ട. ഇവർക്കൂടെ പഠിച്ചേ പറ്റുള്ളൂ. അതിനകത്തൊരു തർക്കമില്ലാത്ത കാര്യം. നിങ്ങളുള്ള സമയത്ത് ഇവർ ഓടിപ്പോകും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ സ്ഥലം ഇവരും കൈയടക്കും. പിങ്ക് പോലീസാണ്. ഞങ്ങൾ ഈ ട്രാഫിക്കിന്റെ സമയം, അതായത് സ്കൂൾ വിടുന്ന സമയമൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ഇവിടെ ട്രാഫിക് ചെയ്യാനായിട്ടും കുട്ടികളെ കടത്തി വിടാനായിട്ടും ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ പൊതുവെ സ്ത്രീകൾ ഇങ്ങനെ കാണാറുണ്ട്. ഞങ്ങൾ വരുമ്പോഴത്തേനും ഞങ്ങൾ യൂണിഫോമിലാണ് വരുന്നതും കാര്യം. അപ്പൊ ഞങ്ങളുടെ വണ്ടി കാണുമ്പോൾ തന്നെ ഇവിടുന്ന് സ്ത്രീകൾ ഓടിപ്പോകാറുണ്ട്. ഞങ്ങൾ ഫുൾ ടൈം ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ ഈ ട്രാഫിക്കിന്റെ സമയം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വണ്ടിയിൽ കോള് കിട്ടുന്ന സമയമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് മാറിപ്പോകും. അപ്പൊ വീണ്ടും ഇവർ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. ഇവരെ കംപ്ലീറ്റ് ഇവിടുന്ന് മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് ഇവരെ ഇവിടെ റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടത്തി ഇവരെയൊക്കെ പലരെയും ഇവിടുന്ന് മാറ്റി പറഞ്ഞു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു 2-3 വട്ടം ഈ രാത്രിയൊക്കെ ആയിട്ട് ഈ റെയ്ഡിനും ഒക്കെ ഓഫീസേഴ്സിന്റെ കൂടെ പോയിട്ടൊക്കെ ഉണ്ട് ഇവരെ പിടിക്കുന്നതൊക്കെ. അപ്പൊ എല്ലാ ഭാഷയിലുമുള്ള സ്ത്രീകൾ ഇവിടെ വരാറുണ്ട്. ഹിന്ദിക്കാരൊക്കെ കൂടുതലായിട്ടുണ്ട്. കാരണം ഇവർക്ക് എന്തെങ്കിലും നേട്ടം ഉള്ളത് കൊണ്ടായിരിക്കും ഇതുപോലെ നിൽക്കുന്നത്. എന്റെ പേര് മിനി. മിനി അല്ലേ? ടീച്ചർ ഈ ഗേൾസ് സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആണ്. LKG മുതൽ +2 വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നഴ്സറി മുതലുണ്ട്. നഴ്സറി പോലുണ്ട്. അപ്പൊ കുഞ്ഞു വാവകൾ അടക്കം ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച വെച്ചാൽ ഈ ഹിന്ദിക്കാരി സ്ത്രീകൾ എല്ലാവരും കൂടിയിട്ട് ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ നമ്മൾ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തതാണ്. അതുകൊണ്ട് പിങ്ക് പോലീസ് സ്കൂൾ ടൈമിൽ അവിടെ ബസ് നിർത്താതെ അവർ നോക്കുന്നുണ്ട്. ഇവരിന്ന് ഈ ബോംബെയിലെ ധാരാവി അല്ലെ ഡൽഹിയിലെ GB റോഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള സെക്സ് വർക്ക് കാര്യങ്ങളെല്ലാം അപ്പൊ അതിന് വലിയ വരുമാനം ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും ഈ വണ്ടി കയറി ഇപ്പൊ കൊച്ചിയായി വന്നിരിക്കുന്നത്. അവർ നമ്മളുടെ സ്കൂളിന്റെ ഈ ഗേറ്റിൽ ഇങ്ങനെ കൂടി നിൽക്കുക. നമ്മളാണെങ്കിലും പുറത്തു പോകുമ്പോൾ നമ്മൾ ID കാർഡ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പേടിയാണ്. ഇവരുടെ ഇതൊന്നും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് പറഞ്ഞത് അവര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവര് മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള കമ്മീഷനെയൊക്കെ സമീപിച്ചിട്ട് അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും അവരെ കാണുമ്പോൾ പോകും, വീണ്ടും അവിടെ വന്ന് നിൽക്കും. അപ്പൊ ശാശ്വതമായ പരിഹാരം എന്താണെന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ. അവരും മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തുപോയിട്ട് നമുക്ക് ബാലാവകാശ കമ്മീഷൻ എടുത്തു പോകും. പവർ ബാലാവകാശ കമ്മീഷനാണ് കൂടുതൽ. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് നമുക്ക് സുരക്ഷ വേണ്ടത്. നമ്മളിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കും വലിയൊരു ഐഡിയ ഇല്ല. ഈ സ്കൂളിന്റെ പരിസരത്തു നിന്നെങ്കിലും ഇവരുടെ ഈ സ്ഥലം ഒന്ന് മാറ്റി കൊടുത്താൽ വളരെ നന്നായിരിക്കും. എന്താ നിരായുധമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം കുഞ്ഞുങ്ങൾ ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ അവർ കാണുന്നത് എന്താ? അവർ ഭാവിയിൽ അവരുടെ ഒരു നമ്മുടെ വരുന്ന തലമുറയാണ്. നമ്മുടെ സ്കൂളിന്റെ അടുത്ത് ഒരു ബാർ അല്ലെങ്കിൽ ഒരു കള്ള് ഷാപ്പൊക്കെ ഉണ്ടാവണമെങ്കിൽ എത്ര മീറ്റർ അകലം പാലിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു മദ്യശാല ഉള്ളതാണോ അതോ ഇത്തരം ഈ പ്രവൃത്തികൾ, ഈ വിഷ്വലുകൾ എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള വിഷ്വലുകളാണ്. കാണാറുണ്ട്, ഇതിലെ ചാനലൊക്കെ കാണാറുണ്ട്. ഇഷ്ടപോലെ കേസ് അങ്ങനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എനിക്കപ്പോൾ ഭയങ്കര കാര്യമൊക്കെയാണ്. എന്റെ മോൾക്ക് 2 ആഴ്ചക്ക് മുമ്പ് ഒരു ബുദ്ധിമുട്ട് വന്നു. നിങ്ങളുടെ എന്റെ മോളാണ്. എന്താ സംഭവിച്ചത്? അവളങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഇവന്മാര് എങ്ങനെ കമ്മലും ഇതൊക്കെ ഇട്ട മൂക്കൊക്കെ കുത്തിയവന്മാരാണ്. കൊച്ചു പറയണത് അങ്ങനെയാണ്. പിന്നെ 2-3 പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്യാങ്ങാണ് അവര്. ഇവിടെ പോയപ്പോഴാണ് ഈ കുറെ പേര് ആക്രമിച്ചു എന്ന് പറഞ്ഞത് എന്തായിരുന്നത്? അത് ഞാൻ സൗത്ത് മെട്രോടെ അങ്ങോട്ടേക്ക് പോവായിരുന്നു. അപ്പൊ ഇവര് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ എത്ര പേരുണ്ട്? ഇവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ഒരു 3 പേരുണ്ട്. ആണല്ലേ? കഞ്ചാവ് അങ്ങനെയുള്ള ലുക്കാണല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഇവരെന്റെ പുറകെ തന്നെ ഉണ്ടായി. നടന്നങ്ങോട്ടേക്ക് പകുതി എത്തിയപ്പോഴത്തേക്കും ഒരാള് എന്റെ ഫ്രണ്ടിൽ തന്നു. എന്ന് വെച്ചാൽ നടന്ന് പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ സ്പീഡിൽ നടന്നപ്പോഴത്തേക്കും ഇവനെ എന്ത് ചെയ്ത് ഇവിടെ കിട്ടും മുട്ടയും കൊണ്ട് ഇങ്ങനെ ഇടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എന്താ കണ്ണൂടെ എന്ന് പറഞ്ഞു. ചൂടായ ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ട് പോകും. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും 3 തള്ളി. അവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവന്മാരെ ഇവിടെ തല്ലിയേനെന്നൊക്കെ പറഞ്ഞു. എന്തായാലും വിഷമിക്കണ്ട, നമുക്ക് ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കാം കേട്ടോ. മൊത്തം പോലീസാണല്ലോ ഇവിടെ. എത്ര പോലീസുകാരാ? 1 പോലീസ്, 2 പോലീസ്, 3, 5 പോലീസുകാരുണ്ട്. എന്താ ഇനി വേണ്ട? NCC ആണോ? രാവിലെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇവിടെ ഈ ബിസിനസ് പോലെ കുറെ സ്ത്രീകൾ ഇങ്ങനെ യൂണിഫോമിൽ ലാത്തിയൊക്കെ എടുത്ത് എല്ലാത്തിനും അടിച്ചു കൊടുക്കാൻ പാടില്ല. പറയാൻ പറ്റില്ല. ചിലവർ ഡ്രഗ്സും കൂട്ടത്തിൽ ഇതാക്കും. അപ്പൊ സ്കൂൾ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ കൊടുത്ത് പണിയാവും ലാസ്റ്റ്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. ചെറിയ കുട്ടികൾ പഠിക്കുന്നതല്ലേ, ഇതിന് സമാധാനം ഉണ്ടാവണ്ടേ? ഞാൻ കാര്യം ചെയ്യട്ടെ, പോലീസുകാർ ലാത്തി എടുത്തില്ല, നിങ്ങൾക്ക് ഓരോ ലാത്തി കിടന്ന് നിങ്ങൾ കാക്കിയല്ലേ ഓടി കിടന്ന് അടിക്കണം. കൊടുത്താ കുഴപ്പമെന്താ? അപ്പൊ എന്താ ചെയ്യുന്നത് ഞങ്ങൾ ചോദിക്കുന്നത്? പറ, പെർമിഷൻ നാടി കൊടുക്കും. ഓക്കെ. അപ്പൊ ഇതിന് നമ്മള് ഈ ഒരു വാർത്തയോട് കൂടി ഇതിന് നമ്മളൊരു സമാധാനം ഉണ്ടാക്കും. അവിടെ നോക്കി പറ, ഉണ്ടാക്കും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് തോന്നുന്നത്? എന്താ? നല്ല ബാഡാണ്. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല. മിസ്സുമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറയണ അവര് അങ്ങനെ ചെയ്യണം, നമുക്കൊന്നും പറയാൻ പറ്റൂലോ. ഇതിനൊരു സമാധാനം വേണ്ടേ കുഞ്ഞ്? നിങ്ങൾക്ക് പോലീസിനോട് ആവശ്യപ്പെടാമല്ലോ. അങ്കിള് മുഖാന്തരം പോലീസിനോട് ആവശ്യപ്പെട്ടു. കാരണം ഇത് സമാധാനം വന്നേ പറ്റുള്ളൂ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൂടി നോക്കിയിട്ട് സമാധാനം വന്നേ പറ്റുള്ളൂ. നമ്മുടെ കേരള പോലീസിനോട്, പ്രത്യേകിച്ച് സൗത്തിലുള്ള പോലീസിനോടാണ് നമ്മുടെ കുട്ടികൾ പറയുന്നത്.
ഇതിന് സമാധാനം കണ്ടെത്തേ പറ്റുള്ളൂ. നിത്യവും ഇത് കണ്ട് ക്ലാസ് റൂമിൽ ഉള്ളോട്ട് കയറി പോകുന്ന കുട്ടികൾ ആ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് കയറി വരുമ്പോൾ ഇവറ്റകളുടെ ഈ പ്രവൃത്തിയാണ്, ഈ പ്രകടനമാണ് കാണുന്നത്. ഇത് ഇങ്ങനെ കാശിന് ബിസിനസ് ഇങ്ങനെ ഈ സെക്സ് വർക്കേഴ്സായിട്ട് നടന്നിട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ ഇവർ നിരന്തരം കണ്ടിട്ട് ഇവരുടെ ജീവിതം ഒന്ന് ഓർത്തു പറയാൻ വേണ്ടി വാക്കുകൾ കിട്ടുന്നില്ല. എന്റെ 2 പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒന്ന് 2ാം ക്ലാസ്സിലും ഒന്ന് +2-നും. അപ്പോൾ എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ട് കൊച്ചിലൊറ്റയ്ക്ക് വിടണ്ട, കൂടെ വന്ന് പേരൻസ് ഒന്ന് വിളിച്ചുകൊണ്ട് പോയാന്നാണ്. ഞാൻ 3:45 ഞാൻ ഇവിടെ എത്തും. കുറെ പേര് അവിടെ നിൽക്കാറുണ്ടല്ലോ എല്ലാ ദിവസവും. കാരണം അമ്മ വന്നേനെ ഒരുമാതിരി ഇതായിട്ടാണ് നമ്മ ഇവിടെ വരാറില്ല. കുഞ്ഞിനെ കൊണ്ട് വിടുമ്പോൾ ഒരു ഭയമാണുള്ളില്ല അല്ലേ? ഇവിടുത്തെ സ്ത്രീകൾ തന്നെ ഇറങ്ങി നടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞു കേട്ടിട്ടുള്ളത്? അയ്യോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല. വന്നു കഴിയുമ്പോഴത്തേക്കും അടുത്തു കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്കുകൾ പറയും. ഹിന്ദിക്കാർ ചെക്കന്മാരും കുറെ വേറെ ആൾക്കാരൊക്കെ നിൽക്കാറുണ്ട്. നമ്മളെ കാണുന്നത് വേറെ സീസണാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഒരു സ്കൂട്ടറിന് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ എവിടെ പോകണത്, ഞങ്ങൾ പിള്ളേരെ വിളിക്കാൻ പോകണിരുന്നു. ഞാൻ ഒക്കെ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ നല്ല ലക്ഷണം അല്ല അല്ലെ? ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ ഒരു നെഞ്ചടിപ്പാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന അമ്മമാരുടെ അടുത്തേക്ക് ഓടി വന്ന ഓരോ വിദ്വാന്മാർ പുറകെ വന്ന് ചോദിക്കുകയാണ് തൊട്ടടുത്ത് ലോഡ്ജ് ഉണ്ട് വരുന്നതെന്ന്. അതായത് ഒറ്റയ്ക്കൊരു സ്ത്രീ നടന്നു പോയാൽ തീർച്ചയായിട്ടും ഈ ഗേൾസ് സ്കൂളിന് മുമ്പിൽ അവർ ആക്രമിക്കപ്പെടും. ഇതിന് വലിയ അതിശയോക്തിയൊന്നുമില്ല. ഇത് ഇവിടെ നടക്കുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സൗത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവരവിടെ നിന്നിരുന്ന നമ്മുടെ സ്കൂളിന്റെ വാദിക്കുന്നതാണ് ഇപ്പൊ കുറെ പേര് വന്ന് നിൽക്കണം. നമ്മൾ ഇന്ന് ഉച്ചക്കും കൂടെ അത് കണ്ടു. എല്ലാ ദിവസവും രാവിലെ വരുമ്പോ തന്നെ കാണുന്നത് ഇവരാണ്. ബസ് ഇറങ്ങി ഒരുപാട് ഫ്രണ്ടിലുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ എന്താ ഇത് കാണുമ്പോൾ തോന്നുന്നു? ഒരുമാതിരി അസ്വസ്ഥത തോന്നുന്നു അല്ലേ? എന്തോ ആ ടീച്ചറെ, ഇതിനൊരു സമാധാനം വേണ്ടേ? ഈ കുഞ്ഞുങ്ങള് ഈ അങ്കണവാടി LKG ഇല്ലേ, ഇതിനകത്ത് +2 വരെ ഇല്ലേ? അപ്പൊ ഈ കുട്ടികൾ ഈ പെൺകുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു നിലപാടോടെ എന്താ ടീച്ചറുടെ അഭിപ്രായം? എന്താ ഇത്? തീരെ പാടില്ല. പക്ഷേ നമുക്ക് നിവൃത്തിയില്ലല്ലോ, പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ടീച്ചർ പല പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തതാണ്. ഇവരുടെ കണ്ണിൽ ഇവർ നിത്യവും കാണുകയാണ്. ഞങ്ങളും കാണുവാണ്. സ്കൂളിൽ വരുമ്പോഴും സ്കൂളിൽ നിന്ന് പോകുമ്പോഴും ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല സമയമായത് LKG മുതൽ അല്ലെങ്കിൽ അവരുടെ മുതൽ +2 വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇത് കാണുക. അത്ര ഭീകരമാണത്. എന്തെങ്കിലും ചെയ്യണം. മക്കളെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ ഓക്കെ എന്താ പറയാനുള്ളത്? ഇതിൽ പോലീസ് സ്റ്റേഷൻ ആക്ഷൻ എടുക്കണം. പോലീസുകാർ പരാതി പറയാനായിട്ട് അവർ തയ്യാറാകണം. മില്ലിങ് ആവണം. വരുമ്പോഴൊക്കെ ഈ വഴി സൈഡിൽ നിൽക്കണം. ഇതെല്ലാം നിങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആക്ഷൻ എടുക്കണം. ഇതിങ്ങനെ തുടരാൻ പാടില്ല. നല്ല നെഗറ്റീവാണ്, നല്ല ശോകം പരിപാടി ആണല്ലേ? ഈ സ്ത്രീകളൊക്കെ ഇവിടെ ഈ ബിസിനസ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ് കാണുന്നത്? വളരെ മോശമായിട്ട്. വളരെ മോശമാണല്ലേ? അല്ല, നിങ്ങൾ പഠിക്കാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ശരി, വളരെ മോശമാണ്. നിർത്തണം ഇങ്ങനത്തെ ഇതൊക്കെ. ഇവര് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ടും ഒക്കെ വിട്ടിട്ടും ഒക്കെ ഉണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പുല്ലുപോലെ ഊരി വരാനുള്ള വകുപ്പുകളേ ഉള്ളൂ. അത്രയുള്ള ഇതേ ഉള്ളൂ. ഇവരൊന്നും പിടിച്ച് നമ്മൾ 24 hours അവിടെ കൊണ്ട് വെക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ അങ്ങനെയുള്ള നടപടികളൊന്നും സ്വീകരിക്കാനായിട്ടുള്ള യാതൊരുവിധ ലോയും നമ്മളെ അതിനെ അനുവദിക്കുന്നില്ല. നമുക്ക് വിഷമമുണ്ട്. ചെറിയ പിള്ളേർ പോലും വന്നിട്ട് ഇങ്ങനെ നമ്മളോട് പരാതി പറയുമ്പോൾ നമ്മൾ അവിടെ പോയി നോക്കുവെടുക്കും. അല്ലെ പെൺകുട്ടികളുടെ സ്കൂൾ ആയതുകൊണ്ട് തന്നെ അല്ല, ഇവിടെ കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ വിട്ടിട്ട് ആ കുട്ടിയുടെ അമ്മ തിരിച്ചു പോകുമ്പോൾ അമ്മയുടെ അടുത്ത് ഒരു സ്കൂട്ടർ കൊണ്ട് നിർത്തിയിരിക്കും. അടുത്ത റൂമുണ്ട് വരുന്നു എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്ത്രീകളെ കൊണ്ടുപോയി നമുക്ക് ഇത്രത്തോളം ഒന്നും ചെയ്യാനുള്ള ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിർമ്മാർജ്ജനം ചെയ്ത് കളയാനുള്ള ലോയൊന്നും ഇവരെ മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ നമ്മൾ അതിനെ ചെന്ന് അവരെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥയും കൂടി വരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിഷ്ക്രിയത്വം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ ഇവര് മാറുന്നില്ല. ഇവര് പെരുകി വരുവാന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് വന്നപ്പോൾ ഞങ്ങളിത് ആ ജോസ് സ്റ്റേഷൻ ഇങ്ങോട്ട് കടന്നപ്പോഴേ ഇവർ ഓട്ടമാണ്. അത് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്കും ഞങ്ങളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അവരുടെ കൂടെ നടന്ന് നമ്മൾ മാറ്റിയിട്ടുള്ളത്. സൗത്തിലൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകളെ കൊണ്ട് ഇറക്കിയിട്ട് പോകുന്നുണ്ട്. എന്താ അതിന്റെ ഇതെന്ന് എനിക്കും കറക്റ്റ് അറിയത്തില്ല. ലോ ആയിരിക്കാം, നിയമത്തിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. ഇവർക്ക് ഇവിടെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇവർക്ക് ഇവിടെ സഞ്ചരിക്കാനുണ്ട്. ഏത് ഭാഷയിലുള്ള ആൾക്കാർക്കാണ്. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ കണ്ട് പിടിക്കുകയൊക്കെ ചെയ്തപ്പോഴും ഇവർ പെട്ടെന്ന് ലൈവ് പോകും ഇവിടുന്ന് വരുന്ന ആൾക്കാർ. അപ്പൊ ഇവര് മർദ്ദിക്കുന്നു, ഞങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഞങ്ങൾക്ക് കുറവാണ്, അവർക്ക് ഒത്തിരി മനുഷ്യാവകാശമുണ്ട്. അപ്പൊ നമുക്ക് അവർ പിടിക്കാനോ വലിക്കാനോ അതൊക്കെ ചെയ്താൽ അപ്പൊ തന്നെ ഇവിടെ നിൽക്കുന്നവരെല്ലാരും ഞങ്ങൾക്ക് അഗനിസ്റ്റും ആകും. അപ്പൊ നമുക്കും ചില നില നൂലാമാലകളുണ്ട്. പോലീസ് വളരെ കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പുല്ല് പോലെ അവർക്ക് ഊരി വരാൻ വേണ്ടി പറ്റും. കാരണം IPC സെക്ഷനിലും ഭാരതീയ ന്യായ സംഹിതയിലും ഒന്നും ആജീവനാന്തകാലം ഇവരെ അകത്ത് പിടിയിടാൻ വേണ്ടി പറ്റുന്ന യാതൊരു വകുപ്പില്ല. ചെറിയ കുട്ടികൾ മുതൽ +2 വരെയുള്ള കുഞ്ഞുങ്ങൾ, ഇവർക്ക് ഇത് മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥത എന്ന് പറയുന്നത് അവർണ്ണനീയമാണ്. അത് നമുക്ക് ഇവിടെ ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മോള് ഇവിടെ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ UPL PTA പ്രസിഡന്റുമാണ്. അപ്പോൾ നമ്മളിത് പലപ്പോഴും ഇൻഫോം ചെയ്തിട്ടുള്ള കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇവരിങ്ങനെ ഇതിന്റെ ബിസിനസ് ഇങ്ങനെ ഈ ഗേറ്റിന്റെ മുമ്പിൽ നടത്തുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ലീഗലി ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പോലീസുകാർ പറയുന്നത്. കാരണം പറഞ്ഞു വിടാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പോലീസുകാർ പറയുന്നത്. ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ഇങ്ങനെ അനാശ്വാസമായിട്ടിരിക്കുന്ന ഇവറ്റകളെ പോലീസ് ഒന്ന് പിടിച്ചാൽ അപ്പൊ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ കയറി ഇടപെടും. മനുഷ്യാവകാശ കമ്മീഷൻ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ തൊപ്പി വരിക്കും. പോലീസുകാരുടെ അവസ്ഥ നോക്കി. ഇവറ്റകളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുമ്പോൾ ഈ കുട്ടികളുടെ ആ ഒരു അവകാശം, അവർക്കൊരു അവകാശം ഇല്ലേ? അത് വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഇല്ലേ? ആയിക്കോട്ടെ, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടോട്ടെ, അവരുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ അവിടെ ഓർക്കണം, ഇനി ഈ പോലീസുകാർക്ക് ഇത് ചോദ്യം ചെയ്യാൻ പേടിയാണ്. പണ്ടൊക്കെ പോലീസ്
പോലീസ് ലാത്തി വീശി അടിക്കുമായിരുന്നു. അല്ലാണ്ട് ചൂരൽവടി പോലുള്ള കട്ടി കുറഞ്ഞ സാധനം ഇവരുണ്ട് നല്ല വീശി നല്ല അടി കൊടുക്കുമായിരുന്നു. ഇപ്പൊ തൊടൂല, തൊട്ട് കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ തൊപ്പി തെറിക്കും. പോലീസുകാരുടെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ നാട് ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത് അവർ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഭാവി സമൂഹം, എനിക്ക് എന്താ പറയാ സങ്കടം തോന്നുന്നു, പറയാൻ വേണ്ടി വാക്കുകൾ കിട്ടുന്നില്ല.